Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to discuss the next portion from your third chemistry chapter, and today's our portion is reaction of metals with acid. Okay, I think the portion is already clear for you because the same portion we learned in the second chapter, in that acid, base and salt, there is the same reaction of metal plus acid. Okay. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ബേസ്ഡ് ആൻഡ് സാൾട്ട് എന്നൊരു ചാപ്റ്ററിൽ മെറ്റലും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ദർ ഇസ് നോ നീഡ് ഓഫ് ദാറ്റ് മച്ച് ഡിസ്കഷൻ റിലേറ്റഡ് ടു ദിസ് പോർഷൻ. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഡിസ്കസ് ദ പോർഷൻ. Our first topic is that reaction of metals with acid. You know that metal react with acid to form salt and hydrogen gas. മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് they release hydrogen gas and corresponding salt. മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് ഓൾസോ വേരിയേഷൻ ഇൻ ദ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ടുവേർഡ്സ് ആസിഡ്. എല്ലാ മെറ്റൽസും ഒരേ റിയാക്ടിവിറ്റിയോട് കൂടി അല്ല ആസിഡ്സുമായിട്ട് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ദെയർ റിയാക്ടിവിറ്റി ഓൾസോ വേരീസ് ഫ്രം വൺ ടു വൺ അനദർ. ഒന്നിൽ നിന്ന് മറ്റൊരു മെറ്റലിലോട്ട് എത്തുമ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് സം മെറ്റൽസ് ആർ ഗിവൺ ദെയർ: മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, കോപ്പർ. ഓക്കെ, മഗ്നീഷ്യം, അലൂമിനിയം, അയൺ, സിങ്ക്, കോപ്പർ, ഇങ്ങനെയാണ് മെറ്റൽസ് തന്നിരിക്കുന്നത്. സോ ഇഫ് വി ആർ pouring some acid through to these metals, we can find out that the bubbles from this magnesium coming that much. ഈ മഗ്നീഷ്യം മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മീൻസ് മഗ്നീഷ്യം ആസിഡുമായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ദ കേസ് ഓഫ് ദാറ്റ് അലൂമിനിയം, ഇപ്പം അലൂമിനിയത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് ബബിൾസിന്റെ ഫോർമേഷൻ കുറച്ച് കുറയുന്നു. പിന്നീട് അയൺ, സിങ്ക്, ഇങ്ങനെയുള്ള മെറ്റൽസിൽ എത്തുമ്പോൾ ബബിൾസിന്റെ ഫോർമേഷൻ കുറയുന്നു. മീൻസ് അവരുടെ റിയാക്ടിവിറ്റി എന്ത് ചെയ്ത് വരികയാണ്, കുറഞ്ഞ് വരികയാണ്. നന്നായി ബബിൾസ് ഫോം ചെയ്തു എന്ന് വെച്ചാൽ ദേ റിയാക്ട്സ് ദാറ്റ് മച്ച് ഹൈലി വിത്ത് ദ ആസിഡ്. അപ്പം റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ടുവേർഡ്സ് ആസിഡ്സ് ഓൾസോ വേരീസ് ഫ്രം വൺ ടു വൺ അനദർ. ഒരു മെറ്റലിൽ നിന്ന് അടുത്തൊരു മെറ്റലിലേക്ക് മാറുമ്പോൾ ഈ മെറ്റൽസിനും ആസിഡും ആയിട്ടുള്ള റിയാക്ഷനിലും വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന മെറ്റൽസ് മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, കോപ്പർ എന്നിങ്ങനെയാണ്. അതിൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏത് എന്ന് ചോദിച്ചാൽ മഗ്നീഷ്യം, ബിക്കോസ് ദാറ്റ് മച്ച് ഓഫ് ബബിൾസ് മീൻസ് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ്ഡ് ബൈ ദ റിയാക്ഷൻ. ആ മഗ്നീഷ്യവും തന്നിരിക്കുന്ന ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് ബബിൾസ് ഫോം ചെയ്തു എന്ന് വെച്ചാൽ അത്രയും ഹൈഡ്രജൻ ഗ്യാസിനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്തത്. ദ റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് വിൽ ഡിഫൈൻ ദ റിയാക്ഷൻ. അപ്പം ആ റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ എമൗണ്ട് ആണ് റിയാക്ഷൻ റേറ്റിനെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് ഫോം ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് എമൗണ്ട് ഹൈഡ്രജനെ റിലീസ് ചെയ്തു എന്ന് വെച്ചാൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. Then secondly, we are moving to aluminium. They also release hydrogen gas, but the amount is that much less than magnesium. ഈ അലൂമിനിയം എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യും, പക്ഷേ മഗ്നീഷ്യത്തിന്റെ അത്രയും ഹൈഡ്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് സിങ്കുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അലൂമിനിയത്തിനേക്കാളും കുറവായിരിക്കണം സിങ്ക് റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ബബിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന അയൺ, അത് അതിലും കുറവാണ്. പിന്നെ കോപ്പർ എന്ന മെറ്റല് ഡൈലൂട്ട് ആസിഡുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യത്തില്ല. അപ്പൊ റിയാക്ടിവിറ്റി എന്നത് നമുക്ക് നോക്കുമ്പോൾ ആസിഡുമായിട്ട് നോക്കുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് വിൽ define the rate of the reaction. So from this list we can find out that magnesium reacts that much highly with acids. Then second question goes to aluminium. Then third zinc, fourth iron. Then copper does not react with the dilute acid. So the equation is that metal plus acid gives a salt plus hydrogen gas. Metal plus acid gives a salt plus hydrogen ഗ്യാസ്. ഓക്കെ, ഒരു മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആണ് ഫോം ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് ദിസ് ഹൈഡ്രജൻ ഗ്യാസ് വിൽ ഡിഫൈൻ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഈ റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ എമൗണ്ട് ആയിരിക്കും റിയാക്ഷൻ റേറ്റിനെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് there are some examples of metals are given there like magnesium, aluminum, zinc, iron and copper. From this metals we can find out that magnesium reacts very fastly. That means magnesium release that much amount of hydrogen. Then second one is aluminium. Aluminium also reacts with dilute acids and release hydrogen gas, but the amount of hydrogen gas is less than that of the magnesium. Then next position is goes to zinc.
zinc also reacts with dilute acids and release hydrogen, but the amount is less. Then next position goes to iron. Iron also react with acids, but the amount of that hydrogen gas is less. Then copper does not react with any dilute acids. Copper എന്ന് പറയുന്ന മെറ്റൽ എന്ത് ചെയ്യത്തില്ല, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തില്ല, ഡൈലൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തും ഇല്ല. So from this portion we can confirm that the amount of hydrogen gas will define the rate of the reaction. എന്തുമാത്രം ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്തു എന്നതാണ് ആ റിയാക്ഷന്റെ റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. So once again, metal plus acid gives salt plus hydrogen gas, and the amount of hydrogen gas will define the rate of reaction. From that examples given in the text, magnesium is the highly reactive metal with dilute acids. Then secondly, aluminium. Third, zinc. Fourth, iron. But copper doesn't react with the dilute acids. Thank you. Have a nice day.